പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രിയപ്പെട്ട മക്കളെ, കർത്താവിൻ്റെ മുൻപിലേക്ക്, മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളിയിലേക്ക്, ഇവിടെ നടക്കുന്ന അനുദിന ഡെലിവറൻസിൻ്റെ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ അച്ഛൻ സ്വാഗതം ചെയ്യുക. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ചൊവ്വാഴ്ച അച്ഛനെ വന്ന് കണ്ട ഒരു മകള് പറഞ്ഞു, അച്ഛാ, കഴിഞ്ഞ 7 വർഷമായി എൻ്റെ വീട്, എൻ്റെ പറമ്പ്, എൻ്റെ മക്കള്, ഞങ്ങള് അതിശക്തമായ പിശാച് പീഡയാൽ ഞങ്ങള് അസ്വസ്ഥരാണ്. പിശാചിനാൽ ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവർ, ഇത് ആ മകളുടെ കാര്യം മാത്രമല്ല. അനേകം പേര് ടെലിഫോണിലൂടെ, യൂട്യൂബിലൂടെ, വാട്സപ്പ് മെസ്സേജുകളിലൂടെ എന്നെ വിളിച്ചും എഴുതിയും പറയും, അച്ഛാ, ഞങ്ങളുടെ വീട്, പറമ്പ് പൈശാചിക ശക്തികളാൽ പീഡിപ്പിക്കപ്പെടുന്നു. ചിലർ പറയും ചില വസ്തുക്കൾ കാണാൻ തുടങ്ങി, ചില ദുർഗന്ധങ്ങൾ വരുന്നു, ചില സ്വരങ്ങൾ കേൾക്കുന്നു. ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത വിധത്തില് ചൂടും ക്ഷുദ്രജീവികളും വന്യമൃഗങ്ങളും വഴക്കും കലഹങ്ങളും ഞങ്ങളുടെ ഇടയിൽ. പണ്ടൊന്നും അതുണ്ടായിരുന്നില്ല, ഇപ്പൊ പെട്ടെന്ന് അതുണ്ടായി. ഞാൻ പറയണത് എൻ്റെ ജീവിത പങ്കാളിക്ക് മനസ്സിലാകുന്നില്ല, ജീവിത പങ്കാളി പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല, ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ മക്കൾക്ക് മനസ്സിലാകുന്നില്ല, മക്കൾ പറയണത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അച്ഛാ, ഇതൊരു പൈശാചിക പീഡയാണ്. മുമ്പെങ്ങും ഞങ്ങളുടെ വീട്ടിൽ ഇതില്ലായിരുന്നു. ഞങ്ങൾ പണ്ട് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പ്രാർത്ഥിച്ചാൽ തന്നെ ഉറക്കം വരുന്നു, കോട്ടുവായിടുന്നു, പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ തന്നെ വഴക്കുണ്ടാകുന്നു, അശ്രദ്ധയോടെയുള്ള പ്രാർത്ഥനകൾ. അതുകൊണ്ട് നിരാശ വരുന്നു. പ്രാർത്ഥിച്ചു കഴിയുമ്പോഴായിരിക്കും ഓരോ കാര്യങ്ങൾ വരുന്നത്, പെട്ടെന്ന് കോപിക്കുന്നത്, പ്രാർത്ഥിച്ചതിൻ്റെ കൃപകൾ നഷ്ടപ്പെട്ടു പോകും. പിന്നെ ഉറക്കം വരുന്നു, പല വിചാരങ്ങൾ വരുന്നു, മറ്റു പല കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതിനാൽ ഞങ്ങളുടെ വീട്ടിൽ കൃപയില്ലച്ച, സാത്താൻ പ്രബലപ്പെട്ടിരിക്കുന്നു. ഇതുമൂലം സാമ്പത്തിക ബാധ്യതകൾ, മകന്റെ കാര്യം നേരാകുന്നില്ല. ഒരു അമ്മ പറഞ്ഞത്, ഒരു പൈശാചിക പീഡയാണച്ച, ഞങ്ങളുടെ കുടുംബനാഥൻ വിശുദ്ധിക്കനുസരിച്ച് ജീവിക്കുന്നില്ല, അതുമൂലം മക്കളുടെ കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ല. ഞങ്ങളുടെ കുടുംബനാഥ മദ്യത്തിനും തെറ്റായ ബന്ധങ്ങൾക്കും തെറ്റായ വ്യക്തികളുമായിട്ടുള്ള കുടുംബം ആഗ്രഹിക്കാത്ത ബന്ധങ്ങളിൽ ചെന്ന് പെട്ടിട്ട് മക്കളുടെ കാര്യങ്ങൾ ശരിയാകുന്നില്ല. അപ്പൊ അതില് ഒരു മകൾ ഇങ്ങനെ പറഞ്ഞു, അപ്പൻ വിശുദ്ധിയിൽ ജീവിക്കാൻ തുടങ്ങിയാൽ മാത്രമേ ഞാനും വിശുദ്ധിയിൽ ജീവിക്കുള്ളത്രേ. അപ്പൊ നോക്കിക്ക് സാത്താൻ എങ്ങനെയാണ് ആ വീട്ടിൽ കയറിയിരിക്കുന്നത്. ഞാൻ നിരന്തരം പറയാറുണ്ടല്ലോ, സാത്താനെ തുടക്കത്തില് തടയണം, പ്രലോഭനങ്ങളെ തുടക്കത്തില് തടയണം. അതാണ് വിശുദ്ധ പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നത്. നോൺ ദാത്തെ സ്വാസ്യപ്പരൽ ദിയാവളോ, സാത്താന് നിങ്ങൾ അവസരം കൊടുക്കല്ലേ. പ്രിയപ്പെട്ട മക്കളെ, ഒരു കുടുംബം പറഞ്ഞത് അങ്ങനെയാണ്, അതായത് നിരന്തരം പിശാചിനാൽ പീഡിപ്പിക്കപ്പെടുക. വേറൊരു കുടുംബം പറഞ്ഞത്, അതായത് വീട്ടിലേക്ക് അവർക്ക് കടക്കാൻ പറ്റുന്നില്ല, വേറെ എവിടെ ചെന്നാലും ഭയങ്കര സുഖം, വീട്ടിൽ ചെല്ലാൻ പറ്റുന്നില്ല. ഇത് ഒരുപാട് പേരുടെ പ്രശ്നമാണ്. ആ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ തളർച്ച, ക്ഷീണം, വീണു പോകുന്നു. ഒരു മകള് പറഞ്ഞു, അച്ഛാ, ഞാൻ എൻ്റെ അമ്മ താമസിച്ചിരുന്ന വീടാ, ഞാൻ അങ്ങോട്ട് കയറൂല. പിന്നെ ഞാൻ ആശീർവദിച്ചാണ് അവരെ വിട്ടത്. ഇപ്പൊ പ്രിയപ്പെട്ട മക്കളെ, വേറൊരു മക്കള് കുറെ ദൂരെ നിന്നാണ് വന്നത്. അവരിങ്ങനെ നിരന്തരമായി വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന കുടുംബം പെട്ടെന്ന് ഭർത്താവ് രോഗിയായി, മോന്റെ ജോലി തടസ്സങ്ങള്, മകളുടെ കല്യാണ തടസ്സങ്ങള്, മക്കളുടെ പഠന തടസ്സങ്ങള്, അങ്ങനെ നിരന്തരമായ ബുദ്ധിമുട്ട്. വേറൊരു മകള് പറഞ്ഞത്, അച്ഛാ, ഇതൊരു സാധാരണ കാര്യമല്ല. കാരണം എന്താണെന്നറിയാം, അവര് ഭവന നിർമ്മാണം ആരംഭിച്ച് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല.
ഈ വെള്ളമുണ്ടാകാൻ സാഹചര്യമുള്ള ഒരു സ്ഥലത്ത് കിണർ കെട്ടിയിട്ട് അവിടെ വെള്ളമില്ല, കട തുടങ്ങിയിട്ട് അവിടെ കച്ചവടമില്ല. ചില റെസ്റ്റോറൻറ്റുകൾ, ചില സ്ഥാപനങ്ങൾ പണ്ട് നല്ല കച്ചവടം, പെട്ടെന്നാണ് കച്ചവടം. ഒരാൾ പറഞ്ഞത്, അച്ഛാ ഒരാൾ എൻ്റെ കടയിൽ വന്ന് കയറിയതിന് ശേഷമാണ് പിന്നീട് ഒരിക്കലും കച്ചവടം ഉണ്ടായിട്ടില്ല. വേറെ കൂട്ടർ പറഞ്ഞു, വലിയ നല്ല വീടാണല്ലോ പണിതിരിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ എന്നോട് പറഞ്ഞ, പിന്നെ എനിക്ക് ആ വീട്ടിൽ താമസിക്കാൻ പറ്റുന്നില്ല. ഒരു കുടുംബം പറഞ്ഞതാ. ഈശോ ഒരു മകള് പറഞ്ഞത്, അച്ഛ എൻ്റെ മകനെ പഠിപ്പിച്ച് അവനെ MBBS ആക്കി. പെട്ടെന്നൊരു തെറ്റായ അറിവറി. അവൻ പറയണ, അവൻ ഡോക്ടറായിട്ട് ശുശ്രൂഷ ചെയ്യില്ല. കഷ്ടപ്പെട്ട് ഒരു അമ്മ പഠിപ്പിച്ചതാ. ഇതൊരു അമ്മ ഇവിടെ വന്ന് എന്നോട് സംസാരിക്കാൻ കാരണം, ഇതൊരു സാധാരണ സംഭവിക്കുന്ന കാര്യമല്ല. ഇത് അവരുടെ ഉയർച്ച തടയാനായിട്ട് ശ്രമിക്കുന്ന ഒരു നാരകീയ അന്ധകാര ദുഷ്ടശക്തികളാണ്, ഒരു അസാധാരണ പ്രതിഭാസമാണ് എന്നവർ കരുതുകയാണ്. അപ്പൊ അതിനുള്ള ശരിക്കും ഉള്ള ഒരു കത്തോലിക്ക സഭയുടെ ഒരു മരുന്നാണ് ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥന. ഇത് നമുക്ക് തോന്നും എല്ലാ ദിവസവും ഒരേപോലെ തോന്നും. പക്ഷെ മക്കളെ, എല്ലാ ദിവസവും ഇത് കേൾക്കണം, ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം. ഒരമ്മ എന്നോട് പറഞ്ഞത്, അതായത് ഇങ്ങനെ കടം ഇങ്ങനെ കയറി അപ്പൊ കടത്തിന്റെ പേപ്പറുകൾ ഇങ്ങനെ അടുക്കി വെച്ചു. അച്ഛാ, ഞാൻ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന രാവിലെയും വൈകുന്നേരം 90 ദിവസങ്ങൾ കേൾക്കുമെന്ന് നേർച്ച നേർന്നുകൊണ്ട് എന്ന് കേൾക്കാൻ തുടങ്ങിയോ അന്ന് കടബാധ്യതകളുടെ ആ കെട്ടുകളെല്ലാം അഴിയാൻ തുടങ്ങി. ഓരോന്നോരോന്നോരോന്ന് അഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു സഹോദരി ഇവിടെ നേരിട്ട് വന്ന് കണ്ട് സാക്ഷ്യം പറഞ്ഞതാ. ഒരു മകൻ പറഞ്ഞത്, അച്ഛാ എന്ന് ഞാൻ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന ഞാൻ കേൾക്കുക മാത്രമല്ല, ഇതെന്റെ റൂമുകളില്, പ്രത്യേകിച്ച് ഒരു മകന്റെ റൂമില്, അവൻ പുറത്തു പോകുമ്പോൾ ആ റൂമിൽ പോയിരുന്ന് ഞാനിത് കേൾക്കും. വലിയ മാറ്റമാണ് എൻ്റെ മകന് വന്നത്. അവന്റെ മുഖത്ത് തെളിച്ചമര. അവൻ ഈ പ്രാർത്ഥന കേൾക്കുന്ന പോലും ഇല്ല. പക്ഷെ അപ്പൻ ആ പ്രാർത്ഥന അവന്റെ റൂമിൽ കൊണ്ടുപോയി വെച്ച് അതിങ്ങനെ അവിടെ കേൾപ്പിക്കും. ഇത് പിശാച് ബഹിഷ്കരണ പ്രാർത്ഥനയാ, തടസ്സങ്ങൾ മാറാനുള്ള പ്രാർത്ഥനയാ, സഭ ഒരുക്കിയ പ്രാർത്ഥനയാ, കത്തോലിക്ക സഭയിൽ നടക്കുന്ന പ്രാർത്ഥനയാ. റോമൻ കത്തോലിക്ക പള്ളി, ഇത് ഇന്ത്യയിലെ ആദ്യത്തെ റോമൻ വത്തിക്കാന്റെ ആദ്യത്തെ പള്ളിയാണിത്. ഇവിടെ നടക്കുന്ന അഭിഷേക അനോയിന്റിങ്, അത് നിങ്ങളിലേക്ക് നുഴഞ്ഞു കയറുന്ന ഇരുട്ടിനെ, പിശാചിനെ, സാത്താനെ, ശത്രുക്കളെ, ദുസ്വപ്നങ്ങളെ, ഉറക്കമില്ലായ്മകളെ ബന്ധിക്കും. ഒരു ബഹുമാനപ്പെട്ട സിസ്റ്റർ എന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛാ ഉറങ്ങാൻ പറ്റണില്ല. ഒത്തിരി ഉത്തരവാദിത്തമുള്ള ഒരു സിസ്റ്ററാ. ഉറങ്ങാൻ പറ്റുന്നില്ല. ദിവസങ്ങളായി, മാസങ്ങളായി ആയുർവേദ ട്രീറ്റ്മെന്റിന് പോയി, അലോപ്പതി എടുത്ത് ഉറങ്ങാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ട മക്കളെ, ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന ഒറ്റത്തവണ കൂടിയപ്പോൾ തന്നെ ഉറക്കത്തിന്റെ ആ കെട്ട്, ഉറക്കത്തിന്റെ മേലുള്ള ബന്ധനം അത് പൂർണ്ണമായിട്ട് വിട്ടുമാറി. കഴിഞ്ഞ ദിവസം സിസ്റ്റർ എന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛാ ഇപ്പൊ നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്, താങ്ക് യു ഫാദർ. അപ്പൊ നമുക്കല്ല നന്ദി, അത് ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിനെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. കാരണം ഇത് ജീസസിന്റെ നാമത്തിലുള്ള പ്രാർത്ഥനയാണ്. ഇത് കേൾക്കാതിരിക്കരുത്, ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാതിരിക്കരുത്. ഇത് ഈ ഒരു കാലഘട്ടത്തിന് വേണ്ടി ദൈവം ഒരുക്കിയ പ്രാർത്ഥനയാണ്. ഇത് ഞാൻ ഈശോയുടെ മുമ്പിൽ ഇരുന്നപ്പോൾ ഈശോ എന്നോട് സംസാരിച്ച് ദിവ്യകാരുണ്യം ഒച്ചത്തിൽ എന്നോട് പറഞ്ഞ പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് തൊണ്ടടഞ്ഞാലും ശബ്ദമടഞ്ഞാലും തൊണ്ട വേദനിച്ചാലും ഇതിന് മുടക്കം വരാതെ നോക്കുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞ് ഹല്ലേലൂയ ഒറ്റ വിളിച്ച് ഈശോയേ. ആ വിളി മതി മക്കളെ.
നിങ്ങൾക്കിന്ന് ഡെലിവറൻസ് കിട്ടാൻ, നിങ്ങൾക്കിന്ന് വിടുതൽ കിട്ടാൻ, മോചനം കിട്ടാൻ. നിങ്ങൾ നിരാശപ്പെടേണ്ട, നിങ്ങൾ കൂടോത്തരങ്ങളെ ഓർത്ത് ഭയപ്പെടേണ്ട, നിങ്ങൾ കൈവശത്തെ ഓർത്ത് ഭയപ്പെടേണ്ട, നിങ്ങൾ സാത്താൻ സേവക്കാരെ ഭയപ്പെടേണ്ട. കാരണം നിങ്ങളുടെ കൂടെ, ഈ പ്രാർത്ഥന കേൾക്കുന്നവരുടെ കൂടെ കർത്താവുണ്ട്. എൽ സിഞ്ഞോറെ സിയാ കോൺവോയ്, ദൈവം നിങ്ങളോട് കൂടെ. നോൺ ആഭ്യാത്തെ പൗറ, നിങ്ങൾ ഭയപ്പെടേണ്ട. കാരണം ഈ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് രക്ഷകനെ കാണാൻ പറ്റും. അബിയാമോ വീസ്തോയിൽ സിഞ്ഞോറെ, ഞങ്ങൾ രക്ഷകനെ കണ്ടു എന്ന് ഈ ശുശ്രൂഷയിൽ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന യേശുവിനെ അനുഭവിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കും, ഇന്നേ ദിനം അബിയാമോ വീസ്തോയിൽ സിഞ്ഞോറെ, ഇന്ന് ഞങ്ങൾ കർത്താവിനെ കണ്ടു. ആ കർത്താവിന്റെ ശക്തി ഇന്നേ ദിനം നിങ്ങളുടെ വീട്ടിലേക്ക് എഴുന്നള്ളി വരട്ടെ. പല്ലി, പാമ്പ്, പഴുതാര, ക്ഷുദ്രജീവികള്, ഉറുമ്പ്, അസ്വസ്ഥതകള് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ. തലവേദന, തലകറക്കം, നടുവുവേദന, നെഞ്ചുവേദന, ശ്വാസം മുട്ടല്, അപസ്മാരം, ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ യേശുനാമത്തിൽ വിട്ടുമാറട്ടെ. ക്യാൻസർ, ട്യൂമർ, വാതരോഗങ്ങൾ, അലർജി രോഗങ്ങള്, ശരീരം ചൊറിഞ്ഞു പൊട്ടുന്ന അവസ്ഥ, ശരീരത്തിലെ വ്രണങ്ങള് യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. അന്ധകാര ശക്തികളെയും തിന്മയുടെ ആധിപത്യങ്ങളെയും നിരാശകളെയും വിഷാദങ്ങളെയും ഭയപ്പാടുകളെയും യേശുനാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും യേശുനാമത്തിൽ മോചനം കിട്ടട്ടെ. സാമ്പത്തിക മേഖലകളിലുള്ള ബന്ധനങ്ങള്, കുരുക്കുകള്, കടങ്ങള്, ലോണുകള്, തിരിച്ചടക്കാൻ പറ്റാത്ത വിധത്തിൽ ബന്ധിക്കപ്പെട്ടു പോയ അവസ്ഥകള്, കൊടുത്ത പണം തിരികെ കിട്ടാത്ത അവസ്ഥകള്, യേശുനാമത്തില് മോചനം ലഭിക്കട്ടെ. നിങ്ങളിലുള്ള കലഹങ്ങളും ബന്ധനങ്ങളും വെറുപ്പും പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകളും കർത്താവായ യേശുവിന്റെ നാമത്തില് മോചിക്കപ്പെടട്ടെ. നിങ്ങളുടെ കുഞ്ഞുമക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ശൈശവ സംബന്ധമായ രോഗങ്ങള്, നാവിന്റെ മേലുള്ള കെട്ടുകള്, അവരുടെ ജലദോഷങ്ങള്, തുമ്മലുകള്, സ്കൂളിൽ പോകാനുള്ള മടികള്, അലർജികള്, ഇരുന്ന് പഠിക്കാത്ത അവസ്ഥകള്, മൊബൈൽ ഫോണിന്റെ അടിമത്തങ്ങള്, അനുസരണ കേടിന്റെ ദുരാത്മാക്കള് യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ കുഞ്ഞുമക്കളിൽ നിന്ന് വിട്ടുമാറട്ടെ. ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയിലാണ് അച്ഛൻ കൽപ്പിക്കുന്നത്. നാരകീയ ശക്തികളും അന്ധകാര സേനകളും നിങ്ങളുടെ മേലുള്ള ശത്രുക്കളും പരദൂഷകരും നിങ്ങളുടെ പ്രാർത്ഥനയെ, ശുശ്രൂഷകളെ തടസ്സപ്പെടുത്തുന്ന അന്ധകാര ശക്തികള് യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ശാസിക്കപ്പെടട്ടെ. കർത്താവ് നിങ്ങളുടെ സംരംഭങ്ങള്, പുതിയ സംരംഭങ്ങള് യേശു അനുഗ്രഹിക്കട്ടെ. അതിൻ്റെ മേലുള്ള തടസ്സങ്ങള്, അതിൻ്റെ മേലുള്ള ബന്ധനങ്ങള്, അതിൻ്റെ മേലുള്ള ശത്രുക്കള് യേശു നാമത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. ഇന്ന് നിങ്ങളുടെ വീട്ടിൽ അത്ഭുതം നടക്കട്ടെ. ഇന്ന് നിങ്ങൾക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ നടക്കട്ടെ. ഇന്ന് നിങ്ങൾക്ക് സമാധാനം കിട്ടട്ടെ. നിങ്ങളുടെ ഭയങ്ങൾ മാറട്ടെ. ഭർത്താവിൻ്റെ മദ്യപാനം, മകന്റെ മദ്യപാന ലഹരി ഭർത്താവ് എടുത്തു മാറ്റണമേ. അത് മാറാൻ വേണ്ടി കണ്ണുനീരൊഴുക്കുന്ന അമ്മമാരുടെയും അപ്പന്മാരുടെയും ജീവിത പങ്കാളികളുടെ കണ്ണുനീര് സ്വർഗത്തില് ആബേലിന്റെ രക്തം നീതിക്ക് വേണ്ടി നിലവിളിച്ചതുപോലെ നീതിക്ക് വേണ്ടി നിലവിളിക്കട്ടെ. പണിയെടുത്തിട്ട് ആ പണം വീടിന് വേണ്ടി ചെലവഴിക്കാതെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന കുറെ കുടുംബനാഥന്മാരും മക്കളുമുണ്ട്. അവിടെ അവർക്ക് വിടുതൽ കിട്ടട്ടെ. വിദേശങ്ങളിൽ പോയിട്ട് ജീവിത പങ്കാളികളെ മറന്നുപോയവർക്ക് സുബോധം കിട്ടട്ടെ, തെളിച്ചം കിട്ടട്ടെ. അവരുടെ വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന മക്കളുടെ തൊഴിൽ മേഖലയിലെ ശത്രുദോഷങ്ങൾ വിട്ടുമാറട്ടെ. അവരെ തകർക്കാൻ ശ്രമിച്ച് അവരുടെ ജോലിയെ കുറ്റപ്പെടുത്തുന്ന, തളർത്താൻ നോക്കുന്ന, അവരെ ജോലി സ്ഥലങ്ങളിൽ നിന്ന് ഓടിച്ചു കളയാൻ വേണ്ടി പരിശ്രമിക്കുന്ന തിന്മയുടെ അരൂപികളെയും നാശകരമായ ജീവികളെയും പ്രകൃതി വിരുദ്ധ ശക്തികളെയും ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിനെയും യേശു നാമത്തിൽ ബന്ധിക്കുക, യേശു നാമത്തിൽ ബഹിഷ്കരിക്കുക. നിങ്ങൾ ഭയപ്പെടേണ്ട. ഈ വചനം കേൾക്കുന്നവരെ, ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നവരെ, നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളുടെ കൂടെ കർത്താവുണ്ട്, ദിവ്യകാരുണ്യമുണ്ട്. നിങ്ങളുടെ കച്ചവടം നടക്കാൻ, പുതിയ വീട് കിട്ടാൻ, പുതിയ ജോലി കിട്ടാൻ, പുതിയ വാഹനങ്ങൾ കിട്ടാൻ, കള്ള കേസുകളും കള്ള കുരുക്കുകളും വിട്ടുമാറാൻ
നിങ്ങളെ തകർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന അയൽവാസികളിൽ നിന്ന് മോചനം ലഭിക്കട്ടെ. നിങ്ങളുടെ നാശം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളും, എല്ലാ അന്ധകാര ശക്തികളും യേശുവിന്റെ നാമത്തിൽ ബഹിഷ്കരിക്കപ്പെടട്ടെ. എല്ലാവരും സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, യേശുവിന്റെ ആത്മാവേ, എഴുന്നള്ളി വരണമേ, ശക്തി തരണമേ. ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമുക്ക് ലഭിച്ച വചനം ലൂക്കായുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം 4-ാമത്തെ തിരുവചനമാണ്. എന്റെ സ്നേഹിതരെ, കർത്താവ് വിളിക്കുക, എൻ്റെ മക്കളെ, നിങ്ങളോട് ഞാൻ പറയുന്നു, ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. ശത്രുവിനെ ഭയപ്പെടേണ്ട, ആ ക്ഷുദ്രജീവികളെ ഭയപ്പെടേണ്ട, നിങ്ങളുടെ പരദൂഷകരെ ഭയപ്പെടേണ്ട, കൂടോത്രത്തെ, മന്ത്രവാദത്തെ, ആഭിചാരത്തെ ഭയപ്പെടേണ്ട. കാരണം കർത്താവ് ഇന്ന് നിങ്ങളുടെ കൂടെ, മുന്നോട്ടുള്ള പോക്കില് നിങ്ങളുടെ കൂടെ കർത്താവ് ഇന്ന് സന്നിഹിതനാണ്. നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കുചേരാം. പരിശുദ്ധാത്മാവിന് ഈ പ്രാർത്ഥനയിലേക്ക് ക്ഷണിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ്, സെറ്റ് ഫയർ അപ്പോൺ us. പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് കടന്നു വരണം. നിന്റെ തീ ഞങ്ങളിലേക്ക് ഇറക്കണം. ഞങ്ങളിലുള്ള നാരകീയ അന്ധകാര സാത്താൻ ശക്തികളെ പരിശുദ്ധാത്മാവേ കത്തിച്ച് ചാമ്പലാക്കണമേ. കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ, പിതാവായ ദൈവത്തിന്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, സകല വിശുദ്ധരോട് ചേർന്ന്, സകല മലഹമാരോട് ചേർന്ന്, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട്, വിശുദ്ധ ഔസേപ്പിതാവിന്റെ മാധ്യസ്ഥം യാചിച്ച്, വിശുദ്ധ ബെനഡിക്റ്റിന്റെ, മലമുകളിലെ വിശുദ്ധ സിൽവസ്റ്ററിന്റെ, അയർലൻഡിലെ വിശുദ്ധ പാട്രിക്കിന്റെ, വിശുദ്ധ പാദ്രി പിയോയുടെ, വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ, പാതുവായിലെ വിശുദ്ധ അന്തോനീസിന്റെ, പൗളയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ ശക്തികളുടെ പ്രാർത്ഥന സഹായത്തോട് ചേർന്നുകൊണ്ട് ഈ ദൈവജനത്തെ ബാധിച്ചിരിക്കുന്ന സകല തിന്മകളെയും നെഗറ്റീവ് എനർജികളെയും ഞാൻ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. എൻ്റെ പൗരോഗത്യത്തിൻ്റെ അധികാരത്താൽ, കത്തോലിക്ക സഭയുടെ നാമത്താൽ, പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ, ഈ ആൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യ യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ, നാരകീയ ശക്തികളെ, അന്ധകാര സേനകളെ, ദുഷ്ടാത്മ സംഘങ്ങളെ, പ്രകൃതി വിരുദ്ധ ശക്തികളെ, നിങ്ങൾ ആര് തന്നെയായിരുന്നാലും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിത്യ നരകാഗ്നിയിലേക്ക് ആട്ടിപ്പായിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Ordino e comando con la forza di Dio Onnipotente, nel nome di Gesù Cristo Salvatore, per l'intercessione della Vergine Immacolata, a tutti gli spiriti immondi di lasciare questo popolo immediatamente, di lasciare questo popolo definitivamente. Alleluia, 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 alleluia. Di andare nell'inferno eterno incatenati da San Michele Arcangelo, San Michele Gabriele, San Arcangelo Gabriele, San Arcangelo Raffaele, dai nostri angeli custodi scacciati sotto il calcagno della Vergine Santissima. Alleluia, alleluia, alleluia. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ, the name of my priesthood, I rebuke, I command every spirit of evil to depart from you. Bless in the name of Jesus. Bless in the name of Jesus. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ചൊവ്വാഴ്ച ദിവസം, അടുത്ത ചൊവ്വാഴ്ച അച്ഛൻ ഇവിടെ ഉണ്ട്. നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ ഈ ദേവാലയത്തിലേക്ക് ക്ഷണിക്കുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ, ഈ പള്ളിയിൽ അല്പനേരം ഇരിക്കാൻ, ഈശോയുടെ മുമ്പിൽ ഇരിക്കാൻ, ഡെലിവറൻസിൻ്റെ രോഗശാന്തിയുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ. 6:45 കുർബാന, അന്തരിസിനാളിൻ്റെ നൊവേന, തിരുശേഷിപ്പ് വണക്കം, തുടർന്ന് ഈശോനെ എഴുന്നള്ളിച്ച് വയ്ക്കും. ഈശോയുടെ മുമ്പിൽ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. 10 മണിക്ക് അച്ഛൻ്റെ നേതൃത്വത്തിൽ ചെറിയൊരു ഡെലിവറൻസിൻ്റെ ശുശ്രൂഷ, 11:30 വിശുദ്ധ കുർബാന, അന്തരിസിനാളിൻ്റെ നൊവേന, തുടർന്ന് വീണ്ടും മധ്യസ്ഥ പ്രാർത്ഥന. വൈകുന്നേരം 5 മണിക്ക് ജപമാല, 5:30 മണിക്ക് കുർബാന. 6 മണി മുതൽ 8:30 മണി വരെ അതിശക്തമായ
വചനപ്രഘോഷണവും ഡെലിവറൻസിന്റെ പ്രാർത്ഥനയും നിങ്ങളെ ഒത്തിരി സ്നേഹത്തോടെ ഈ കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളി ബസ് സ്റ്റാൻഡിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിനടുത്തുള്ള വലിയ പള്ളിയിലേക്ക് പറഞ്ഞാൽ അവർ കൊണ്ടെത്തിക്കും. പ്രിയപ്പെട്ടവരെ, വളരെ പ്രത്യേകം പ്രാർത്ഥന യാചിക്കുന്നത് നെയ്യാറ്റിങ്കര മുളാത്താങ്കര പരിശുദ്ധ അമ്മയുടെ തിരുനാളിനോടനുബന്ധിച്ച് നടക്കുന്ന കൺവെൻഷൻ ഓഗസ്റ്റ് മാസം 9 തീയതി മുതൽ 13 തീയതി വരെയാണ്. പ്രത്യേകിച്ച് 10, 11, 12, 13 തീയതികളിൽ വൈകുന്നേരം 4 മണിക്ക് ശേഷം അച്ഛനെ അല്പനേരം കണ്ട് നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കാനും നിങ്ങൾക്ക് അവസരം ഒരുക്കുന്നതാണ്. വൈകുന്നേരങ്ങളിലാണ് അച്ഛൻ ആരെങ്കിലും അവിടെ കാണുക. അപ്പോൾ വളാത്താങ്കര പള്ളിയിലേക്ക് നെയ്യാറ്റിങ്കരയിലാണ്. സ്നേഹപൂർവ്വം നിങ്ങളെ ക്ഷണിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ.